ഹേ ഗായ്സ് അങ്ങനെ ഡോർമെറ്ററിയിൽ അടിപൊളിയായിട്ടുള്ള ഉറക്കത്തിന് ശേഷം പിറ്റേസ് രാവിലെ തന്നെ നേരത്തെ നമ്മൾ ഈച്ചു. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന് നമ്മളവിടെ വണ്ടി പറഞ്ഞിട്ടുണ്ട്, രണ്ട് നമുക്ക് ഇവിടെ ഡോർമെറ്ററിൽ ആ കാലത്ത് 6 മണി വരെ ഉള്ളൂ. അതിനുശേഷം അടുത്ത ബുക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് സ്ഥലം കാലായി കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തെ നമ്മളെ വണ്ടി വന്ന് ഒത്തിരിക്കുന്നുണ്ട്. ഈ കാണുന്ന 3 ചക്ര വണ്ടിയാണ് നമ്മുടെ പേടകം. നമ്മളെല്ലാവരും പിന്നെ അതിലോട്ട് കയറിയിട്ട് ഓരോ മൂലൊക്കെ സ്ഥലം പിടിച്ചു. നമ്മുടെ നാട്ടിലാണെങ്കിൽ 4-5 ആൾക്കാർ കയറിക്കാൻ പിന്നെ പറയും ഓട്ടോസിൽ ഇനി സ്ഥലം അടുത്ത ഓട്ടോ വിളിക്കുന്നു. പക്ഷേ ഇവിടെ ഓട്ടോസിൽ ഒരാളും 2 ആളെന്നല്ല കയറുന്നത്, 10-15 ആൾക്കാരൊക്കെയാണ് കയറുന്നത്. അതുകൊണ്ട് നമ്മൾ 8 ആൾ കയറുന്നതൊന്നും ഇവർക്ക് ഒരു പ്രശ്നമില്ല. ബാക്കിൽ സ്ഥലമുണ്ടെങ്കിൽ ഫ്രണ്ടിൽ പോയി കയറ്റിയിരുന്നു. ഇതേപോലത്തെ 2 ഓട്ടോസ് നമ്മളവിടെ വാങ്ങും. എന്തായാലും നമ്മളെല്ലാവരും ഇവിടെ ഓട്ടോസിൽ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഓട്ടോസിൽ പോകുന്നത് വേറെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കുട്ടികൾ സ്കൂൾ പോകണമായൊരു ഫീൽ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് 19 കിലോമീറ്റർ ഓടാണ്ട്. ബൈ ദ വേ ഇപ്പം നമ്മൾ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. സോ വെയിലാവുന്നതിന് മുമ്പ് എത്തിയാലേ നമുക്ക് എല്ലാം കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വെയിലത്ത് ഉണക്കാൻ കൊടുക്കുന്ന മാതിരിയോ ഇവിടെ നമ്മളെ നടത്തുന്ന മാതിരി അല്ല വെയിൽ. ഇപ്പോൾ പോണ കാരണം ഇന്ത്യയുടെ വേറെ അറ്റത്തേക്കാണ്. പോണ വഴി ഒരുപാട് സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നമുക്കൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവിടെയൊക്കെ നേരത്തെ തുറന്നിട്ടില്ല. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. 4 പുറങ്ങളിലെ നല്ല നല്ല ഫോട്ടോസൊക്കെ നമ്മൾ തസ്ലീം കാര്യമായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ധനുഷ്കോടി എത്താനായിക്കണം. അതുകൊണ്ട് തന്നെ പിന്നെ 4 പുറം കടലുകളും മണലുകളൊക്കെ ആയിക്കണം. ഈ ബോർഡർ കടന്നാൽ തന്നെ ഏറെക്കുറെ എല്ലായിടത്തും ഈ ചെറ്റക്കുടിമാരത്തെ കുറേ സ്ഥലങ്ങളാണ്. ധനുഷ്കോടിൻ്റെ എത്താനായിക്കാൻ പിന്നെ ഫുള്ള് ഇങ്ങനെയാണ്. ഇതിന് പിന്നെ ഇതിൻ്റെതായ ഒരു ഭംഗി വേറെ ഉണ്ടോ. പിന്നെ ഈ കാഴ്ച ഉപ്പുകാറ്റൊന്നും പറ്റാത്ത ആൾക്കാർ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. എന്തായാലും ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്രയിലെ ഫസ്റ്റ് സ്ഥലത്തി. അതായത് നമ്മൾ ധനുഷ്കോടി എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ പോയി സ്ഥലം കാണട്ടെ.